പിടിവാളുകൾ പൂത്തുമാനത്തു പിന്നെയും ഇടനെഞ്ചിൽ വീണ്ടും ആ തുടി മുഴങ്ങി. ചെങ്കൊടിച്ചോപ്പിലെ കുങ്കുമം തൊട്ടു നാം ചങ്കിൽ വരച്ചിട്ടു വിപ്ലവങ്ങൾ. മാറിയിട്ടില്ല മനസ്സിന്റെ മച്ചകം, ചെന്നിണം വീണു തുടുത്തതാണിപ്പോഴും. ഇന്നലെ കേട്ടു കുളമ്പടി ഒച്ചകൾ, ചോറ്റുപട്ടാളത്തിൻ ഗർജനങ്ങൾ. തോപ്പുകൾ, ലാത്തികൾ, ബൂട്സിട്ട കാലുകൾ, നീതി മരിച്ച കൊലമരക്കാഴ്ചകൾ. തോക്കുകൾ, ലാത്തികൾ, ബൂട്സിട്ട കാലുകൾ, നീതി മരിച്ച കൊലമരക്കാഴ്ചകൾ. കാൽച്ചങ്ങലകളെ പൊട്ടിച്ചെറിയുവാൻ കാലമേ നീ തന്നു വാളിൻ്റെ വായ്ത്തല. പോരാട്ടവീര്യമേ വീണ്ടും ജനിക്കണേ, ഞങ്ങളോർക്കുന്നു മണി എന്ന ധീരനേ. പോരാട്ടവീര്യമേ വീണ്ടും ജനിക്കണേ, ഞങ്ങളോർക്കുന്നു KCS മണി എന്ന ധീരനേ. സ്വാതന്ത്ര്യ സമര പരമ്പരയുടെ പ്രകാശിതവും അല്ലാത്തതുമായ സംഭവ കഥകൾ നിരവധിയാണ്. ബ്രിട്ടീഷുകാർ ഭാരതീയരുടെ മേൽ ചൊരിയപ്പെട്ട കൊടിയ അക്രമങ്ങൾക്കിടെ മേലാളന്മാരെയും സ്തുതിപാഠകരെയും വിറപ്പിച്ച മിന്നൽ പിണറുകൾ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഒന്നാം നിര വിപ്ലവകാരികളിൽ ശ്രദ്ധേയനായ ഒരു പോരാളിയെക്കുറിച്ച് തന്നെയാണ് ഈ സൂചനകൾ. ഈ ധീരതയ്ക്ക് സമാനമായ മറ്റൊരു നീക്കവും രാജ്യത്ത് വേറെ ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. ഏകാധിപതിയും ക്രൂരനുമായ തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ തേരോട്ടത്തെ ഒറ്റയാൻ യുദ്ധത്തിലൂടെ തടഞ്ഞ സോഷ്യലിസ്റ്റ് പോരാളി KCS മണി. തിരുവിതാംകൂർ കൂടിച്ചേരുന്ന മഹത്തായ ഭാരതമെന്ന വിശേഷണത്തിന് കാരണക്കാരനാണ് KCS മണി. കോന്നാട്ട് മഠത്തിൽ ചിദംബരയ്യരുടെയും തങ്കമ്മാളുടെയും പുത്രനായ സുബ്രഹ്മണ്യസ്വാമി എന്ന KCS മണി 1922 ജൂലൈ 9 അമ്പലപ്പുഴയിൽ ജനിച്ചു. അമ്പലപ്പുഴ സ്കൂളിൽ നിന്നും തേർഡ് ഫാറവും ആലപ്പുഴ സനാതന ധർമ്മ വിദ്യാലയത്തിൽ നിന്നും സ്കൂൾ ഫൈനലും പാസായി. മണിസ്വാമി എന്ന് സ്നേഹപൂർവ്വം നാട്ടുകാർ വിളിച്ചിരുന്ന KCS മണിയുടെ ആയുധമെടുത്തുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രം അറിയണമെങ്കിൽ ഒരൽപ്പം പിറകോട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട്. തന്ത്രശാലി, സ്വേച്ഛാധിപതി തുടങ്ങിയ വിശേഷണങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങിയ തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ മദ്രാസ് സിവിൽ ജഡ്ജി VR പട്ടാഭിരാമൻ്റെയും സീതാലക്ഷ്മി അമ്മാളിൻ്റെയും മകനായി 1879 നവംബർ 12 തമിഴകത്ത് വാണ്ടിവാഷിൽ ജനിച്ചു. നിയമത്തിൽ പിതാവിനെ പോലെ തന്നെ ബിരുദമെടുത്ത ശേഷം മദ്രാസ് കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. തിരുവിതാംകൂർ ഗവൺമെൻറ്റിനു വേണ്ടിയും മറ്റ് പ്രമുഖർക്കു വേണ്ടിയും സർ CP കേസുകൾ വാദിച്ച് ഉന്നതരുമായി പ്രത്യേക ബന്ധങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യയിൽ അന്ന് 600ഓളം നാട്ടുരാജ്യങ്ങൾ നിലനിന്നിരുന്നതിലൊന്നായിരുന്നു നമ്മുടെ തിരുവിതാംകൂർ. ശ്രീമൂലം തിരുനാളിന് ശേഷം രാജസ്ഥാനത്തേക്ക് അടുത്ത തലമുറ പുരുഷപ്രതിനിധി ഇല്ലാതായപ്പോൾ വിഖ്യാതനായ രാജാ രവിവർമ്മയുടെ പൗത്രിമാരായ 7 വയസ്സുള്ള സേതുലക്ഷ്മി ഭായിയെയും 5 വയസ്സുള്ള സേതു പാർവതിഭായിയെയും കിളിമാന്നൂർ രാജകുടുംബത്തിൽ നിന്നും ദത്തെടുത്തു. സേതു പാർവതിഭായി തമ്പുരാട്ടിയുടെ മകനായി 1912 നവംബർ 7 ജനിച്ച ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അങ്ങനെ അടുത്ത കിരീടാവകാശിയായി. 1924 ഓഗസ്റ്റ് 7 ശ്രീമൂലം തിരുനാൾ നാടു നീങ്ങിയപ്പോൾ ബാലരാമവർമ്മയ്ക്ക് 18 വയസ്സ് തികയാത്തതിനാൽ അമ്മത്തമ്പുരാട്ടിമാരിൽ മുതിർന്ന ആളായ സേതു ലക്ഷ്മിഭായി റീജന്റായി ചുമതലയേറ്റു. 7 വർഷത്തെ റീജന്റ് ഭരണത്തിന് ശേഷം ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ മഹാരാജാവായി വാഴിക്കാനും CP രാമസ്വാമി അയ്യരെ ഉപദേഷ്ടാവായി നിയമിക്കാനും 1931 നവംബർ 6 വൈസ്രോയി ഉത്തരവിട്ടു. അതിബുദ്ധിമാനായ സർ CP ഉപദേഷ്ടാവായി അധികാരത്തിൻ്റെ അകത്തളത്തിലേക്ക് കടന്നു കയറി.
അങ്ങനെ ഉപദേഷ്ടാവിനും അപ്പുറം ഭരണാധികാരിയായി മാറിയ സർ സി പിയുടെ ഇടപെടലുകൾ അസഹ്യമായതോടെ വി എസ് സുബ്രഹ്മണ്യ അയ്യർ, ഓസ്റ്റിൻ, സർ എം ഹബീബുള്ള, ഡോക്ടർ എൻ കുഞ്ഞൻപിള്ള തുടങ്ങിയ ദിവാൻമാർ സ്ഥാനത്യാഗം ചെയ്തു. 1936 ഒക്ടോബർ 8 ദിവാൻ പദവിയിൽ സി പി രാമസ്വാമി അയ്യർ എത്തിച്ചേർന്നു. ലക്ഷ്യത്തിലേക്കുള്ള തടസ്സങ്ങളെയെല്ലാം അതിബുദ്ധി കൊണ്ട് നശിപ്പിച്ച സർ സി പി ശക്തനായ ഭരണാധികാരിയായി രാജാവിന് മുമ്പിൽ നിലയുറപ്പിച്ചു. ശ്രീമൂലം തിരുനാളിൻ്റെയും റീജന്റ് സേതു ലക്ഷ്മിഭായിയുടെയും ഭരണപരിഷ്കാരങ്ങളുടെ തുടർച്ച എന്നതിനുമപ്പുറം ദീർഘവീക്ഷണത്തോടെയുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ചിത്തിര തിരുനാൾ മഹാരാജാവിന് കഴിഞ്ഞു. ഒരിക്കൽ മഹാത്മാഗാന്ധി വന്നപ്പോൾ മഹാത്മാഗാന്ധി ചോദിക്കുകയുണ്ടായിരുന്നു, ഹരിജനങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ തൊഴാനായിട്ട് സാധിക്കുന്നില്ലല്ലോ, അതിനെപ്പറ്റി എന്ത് ചെയ്യാൻ പോകുന്നു? അപ്പോൾ മഹാറാണി തിരുമനസ് റീജൻ്റ് അമ്മാവനുണ്ട്, ചിത്തിരനാൾ മഹാരാജാവുണ്ട് കൂടെ. അപ്പോൾ റീജൻ തിരുമനസ് പറഞ്ഞു, അത് വലിയൊരു ഇഷ്യൂ ആണ്, വളരെ വലിയൊരു സോഷ്യൽ ഇഷ്യൂവും കൂടെയാണത്. ഇന്നത്തെ ആളുകൾക്ക് അത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ വയ്യ ആ സിറ്റുവേഷൻ അന്നത്തെ. അപ്പോൾ അതെനിക്ക്, ഞാനൊരു റീജൻ്റ് മാത്രമാണ്, അത്രയും വലിയൊരു തീരുമാനം എടുക്കാനായിട്ട് ഞാൻ അർഹയല്ല. അപ്പോൾ അമ്മാവനെടുക്കെ ഇരിക്കുന്നുണ്ട്, അത് അദ്ദേഹം എടുക്കട്ടെ. അദ്ദേഹം മഹാരാജാവായിട്ട് മഹാരാജാവാണ്, പക്ഷേ പവേഴ്സ് എടുത്തു കഴിയുമ്പോൾ അവിടെ മഹാത്മാഗാന്ധി ചിത്തിരനാൾ മഹാരാജാവിൻ്റെ ഒക്കെ ചോദിച്ചു, അങ്ങെന്ത് ചെയ്യുന്നത്? അപ്പോൾ ഒരു നിമിഷം പോലും ആലോചിക്കാതെ, ആരുടെടുക്കലും ചോദിക്കാതെ, ആരുടെ അഭിപ്രായം ആരായാതെ അപ്പോൾ പറഞ്ഞു ചിത്തിരനാൾ, when I take over, I will open the doors of all the temples under the state to all Hindus. എന്നിട്ട് 1936 12th നവംബറിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്, ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. മഹാത്മാഗാന്ധിയുടെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ആരോ ചോദിച്ചു, അങ്ങ് തിരുവിതാംകൂറിലേക്ക് ഐ ഗോയിങ് ഓൺ എ വിസിറ്റ് ടു ട്രാവൻകൂർ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നോ, ഐ എം ഗോയിങ് ഓൺ എ പിൽഗ്രിമേജ്, ഞാൻ തീർത്ഥാടനത്തിന് പോവുകയാണ്, സന്ദർശനത്തിനല്ല ഞാൻ തിരുവിതാംകൂറിൽ പോകുന്നത്. എന്നിട്ട് പറഞ്ഞു, എന്നെ മഹാത്മാവെന്ന് വിളിക്കണ്ട, കോൾ ഹിം, അമ്മാവനെ കോൾ ഹിം മഹാത്മാ, ഹീ ഈസ് ദ മോഡേൺ അശോക ഓഫ് ഇന്ത്യ ആൻഡ് ട്രാവൻകൂർ ദ മിറക്കിൾ ഓഫ് ഇന്ത്യ, മോഡേൺ ഇന്ത്യ എന്നാണ് അദ്ദേഹം ശ്ലാഘിച്ചത്. ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ ജനദ്രോഹ നടപടികൾ ഇവയ്ക്കെല്ലാം മുകളിൽ നിറഞ്ഞ കരിമേഘങ്ങളായി. അതുകൊണ്ട് തന്നെ 1938 തിരുവിതാംകൂറിൽ കൂടിയ സംയുക്ത രാഷ്ട്രീയ സമ്മേളനം മഹാരാജാവിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചു. എന്നാൽ ജനങ്ങളോട് നേരിട്ട് ഉത്തരവാദിത്വം ഉണ്ടാകുന്ന ഭരണ സംവിധാനമുണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു. ഉത്തരവാദ ഭരണമെന്ന ആശയത്തെ സർ സി പി എതിർത്തതിൽ പ്രതിഷേധിച്ച് തിരുവിതാംകൂറിലാകെ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിക്കപ്പെട്ടു. അന്ന് രാഷ്ട്രീയ സംഘടനകൾക്ക് ഊർജം പകർന്ന് ജനകീയ മുന്നേറ്റങ്ങളുടെ പ്രധാന പ്രചാരണം നടത്തിയിരുന്ന മലയാള മനോരമയുടെ ലൈസൻസ് റദ്ദ് ചെയ്ത് പ്രസ് കണ്ടുകെട്ടി. 1938 സെപ്റ്റംബർ 10 അച്ചടി നിലച്ച മലയാള മനോരമ 9 വർഷത്തിനു ശേഷം 1947 നവംബർ 29 വീണ്ടും വായനക്കാരുടെ മുന്നിലെത്തിയത്. കോഴിക്കോട്ട് നിന്ന് പുറത്തിറക്കിയിരുന്ന മാതൃഭൂമി പത്രം തിരുവിതാംകൂറിലെത്താൻ പാടില്ലെന്ന് ഉത്തരവ് നൽകി. സമരത്തിന് ശക്തി പകർന്ന മറ്റ് പ്രസിദ്ധീകരണങ്ങളുടെ ലൈസൻസ് റദ്ദാക്കി. പൊതുയോഗങ്ങൾ നിരോധിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജനകീയ പ്രക്ഷോഭങ്ങളുടെ പക്ഷത്ത് നിലയുറപ്പിച്ച KC മാമൻ മാപ്പിളയുടെയും CP മാത്തൻ്റെയും നേതൃത്വത്തിലുള്ള കൊയിലോൺ നാഷണൽ ബാങ്ക് പൂട്ടി. ഇരുവരെയും ക്രിമിനൽ കേസിൽപ്പെടുത്തി ജയിലിലടച്ചു. സ്കൂളുകൾ അടച്ചുപൂട്ടി. പോലീസിനെയും നാഗർകോവിൽ സ്വദേശിയായ ഗുണ്ടാത്തലവൻ സിംസന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാപ്പടയെയും സമരക്കാർക്കെതിരെ സജ്ജമാക്കി. ക്രൂരമായ നരവേട്ടയായിരുന്നു ദിവാൻ സർ CP രാമസ്വാമി അയ്യർ നടപ്പിലാക്കിയത്. തിരുവിതാംകൂറിലെ തൊഴിലാളികളും പണിമുടക്കി ഉത്തരവാദ ഭരണ സമരത്തെ പിന്തുണച്ചതോടെ സർ CPയുടെ നീക്കങ്ങളും ശക്തമായി. തിരുവിതാംകൂറിൽ പല സ്ഥലങ്ങളിലും പോലീസ് വെടിവയ്പുണ്ടായി.
1938 ഓഗസ്റ്റ് 31 നടന്ന നെയ്യാറ്റിൻകര പോലീസ് വെടിവെപ്പിൽ വീരരാഘവൻ രക്തസാക്ഷിയായി. കള്ളക്കേസിൽ കുരുക്കി കല്ലറ പാങ്ങോട് സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന കൊച്ചപ്പിപ്പിള്ള, കൃഷ്ണൻ എന്നിവരെ തൂക്കിലേറ്റുകയും ചെയ്തു. ഈ പ്രക്ഷോഭത്തിലൂടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും കരുത്താർജിച്ചു. സ്റ്റുഡൻസ് കോൺഗ്രസും സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനവും സമരത്തിന്റെ ആശയും ആവേശവുമായി മാറി. ആയിരത്തി 1930 തുടക്കത്തിൽ പൊന്നറ ശ്രീധർ, NC ശേഖർ തുടങ്ങിയവർ നേതൃത്വം നൽകിയ യൂത്ത് ലീഗിലെത്തിയ N ശ്രീകണ്ഠൻ നായർ, കണ്ണന്തോടത്ത് ജനാർദ്ദനൻ നായരും വിപ്ലവകാരികളായ മറ്റ് സോഷ്യലിസ്റ്റുകളും ചേർന്ന് രൂപം കൊടുത്ത കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അമരക്കാരനായി മാറിയപ്പോൾ സമരത്തിൻ്റെ ഭാവം ശക്തിയാർജിച്ചു. ശ്രീകണ്ഠൻ നായരെയും മറ്റ് പ്രമുഖരെയും ഡിഫൻസ് ഓഫ് ട്രാവൻകൂർ റൂൾസ് ഉപയോഗിച്ച് ആരുവാമൂഴി ജയിലിൽ അടച്ചുകൊണ്ട് ദിവാൻ സർ CP രാമസ്വാമി അയ്യർ പകരം വീട്ടി. 1941 ഡിസംബർ ജയിൽ മോചിതനായ ശ്രീകണ്ഠൻ നായരെ ഒരു ദിവസം അമ്പലപ്പുഴ PK മെമ്മോറിയൽ വായനശാലയിൽ വെച്ച് പരിചയപ്പെട്ട മണിസ്വാമി അങ്ങനെ തൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനെ കണ്ടെത്തി. N ശ്രീകണ്ഠൻ നായരുടെ സ്വാധീനമാണ് മണിസ്വാമിയെ ചരിത്രപുരുഷനാക്കിയതെന്ന് നിസ്സംശയം പറയാം. 1946 ജനുവരി 16 CP രാമസ്വാമി അയ്യർ പ്രഖ്യാപിച്ച ഭരണപരിഷ്കാരം ഏവരെയും ഞെട്ടിച്ചു. ദിവാനെയോ നോമിനേറ്റ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് സർക്കാരിലെ ഒരംഗത്തെയോ വോട്ട് ചെയ്ത് പുറത്താക്കാൻ ശ്രീമൂലം പ്രജാസഭയ്ക്ക് അവകാശമില്ലാതെയാകുന്ന നിയമനിർമ്മാണമാണ് ദിവാൻ നടത്തിയത്. ദിവാന്റെ അധികാര പദവി അമേരിക്കൻ ഐക്യനാടിൻ്റെ പ്രസിഡന്റിന് തുല്യമാണെന്നുകൂടി ഇതിനോടൊപ്പം ചേർത്തതോടെ നാടെങ്ങും പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ദിവാൻ ഭരണം അവസാനിപ്പിക്കുക, ഇങ്ങനെ മുദ്രാവാക്യം മുഴക്കി കൂടുതൽ ജനങ്ങൾ സമരത്തിൽ അണിചേർന്നു. അറസ്റ്റും മർദ്ദനവും ചതിയും സഹിക്കാവുന്നതിനപ്പുറമായപ്പോൾ ജനകീയ നേതാക്കളെല്ലാം കൊച്ചി നാട്ടുരാജ്യത്തെ എറണാകുളത്തേക്കും തൃശ്ശൂരിലേക്കും മാറി. N ശ്രീകണ്ഠൻ നായർ, KN ഗോപാലക്കുറുപ്പ്, AP പിള്ള, TP ഗോപാലൻ, KS ജോസഫ്, മത്തായി മാഞ്ഞൂരാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് സോഷ്യലിസ്റ്റ് ക്യാമ്പ് സജീവമായി. ശ്രീകണ്ഠൻ നായരുടെ നിർദ്ദേശപ്രകാരം മണിസ്വാമിയും ക്യാമ്പിലെത്തി. ഈ കൂടിച്ചേരലിനിടയിൽ എപ്പോഴോ ഗോപാലക്കുറുപ്പ് ആരോടെന്നില്ലാതെ പറഞ്ഞുപോയതാണ് KCS മണിയെ ചരിത്രത്തിലേക്ക് നടന്നു കയറാൻ പ്രേരിപ്പിച്ചത്. ഈ CP രാമസ്വാമി അയ്യരെ ആരെങ്കിലും ഒന്ന് വകവരുത്തിയെങ്കിൽ ഈ രാജ്യത്തെ സകല പ്രശ്നങ്ങളും തീർന്നേനെ. ഉച്ചത്തിലായിപ്പോയ ഈ ആത്മഗതം KCS മണി എന്ന 25കാരൻ്റെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ഊർജപ്രവാഹമായി പടർന്നു നിറഞ്ഞു. ദിവാൻ സർ CPയെ വകവരുത്തുമെന്ന ദൃഢപ്രതിജ്ഞയുമായി KCS മണി അവസരത്തിനായി കാത്തു. തിരുവനന്തപുരത്തെ CP സത്രത്തിന് മുമ്പിലുണ്ടായിരുന്ന ദിവാന്റെ പ്രതിമ KCS മണി തകർത്തത് കുമ്പളത്ത് ശങ്കപ്പിള്ളയുടെ വളരെ കാലത്തെ ആഗ്രഹപ്രകാരം മാത്രമായിരുന്നില്ല എന്നും CPയുടെ ജീവനെടുക്കാനുള്ള കഴിവ് തെളിയിച്ച പരീക്ഷ കൂടിയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ചാക്ക റബ്ബർ ഫാക്ടറിയിലെ തൊഴിലാളികളായ ചെല്ലപ്പൻ പിള്ളയും വേലായുധൻ നായരും പ്രതിമ തകർക്കാനുള്ള ശ്രമത്തിന് KCS മണിയുടെ സഹായികളായി. ആലപ്പുഴയിലെ പുന്നപ്രയും വയലാറും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് ജീവരക്തം നൽകിയ പുണ്യഭൂമി. തൊഴിലാളികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ സംഘടിതരായത് ജന്മിമാരെ ചൊടിപ്പിച്ചു. ദിവാൻ സർ CP രാമസ്വാമി അയ്യർ തൊഴിലാളികൾക്കെതിരെ ഗുണ്ടകളെയും പോലീസിനെയും ഒരുപോലെ ഉപയോഗിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. 1946 ഒക്ടോബർ 22 ആലപ്പുഴ നിന്നും പുന്നപ്രയിലേക്ക് തിരിച്ച തൊഴിലാളികളുടെ പ്രകടനത്തെ പോലീസ് ലാത്തിചാർജിലൂടെ പിരിച്ചുവിടാൻ ശ്രമിച്ചു. വാരിക്കുന്തങ്ങളും വടികളുമായി ജനക്കൂട്ടം കരുത്തരായപ്പോൾ പോലീസ് വെടിവയ്പ് നടത്തി. ക്ഷണനേരം കൊണ്ട് സമരഭൂമി ശവപ്പറമ്പായി. 1946 ഒക്ടോബർ 24 അമ്പലപ്പുഴയിലും ചേർത്തലയിലും പട്ടാള ഭരണം ഏർപ്പെടുത്തി. തുടർന്ന് വയലാറിൽ നടന്ന സമരത്തിൽ 100 കണക്കിന് സമരഭടന്മാർ വെടിയേറ്റു വീണു.
തൊഴിലാളി സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലുന്നതിനായി സർ CP മഹാരാജാവിൽ നിന്ന് സൈനിക ലഫ്റ്റനന്റ് ജനറൽ പദവി ചോദിച്ചു വാങ്ങുകയായിരുന്നു. പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും പിൽക്കാലത്തുണ്ടായി. പട്ടാളക്കാരുടെ നിറതോക്കിന് മുന്നിലേക്ക് നിരായുധരായ ജനത്തെ അണിനിരത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബുദ്ധിശൂന്യവും വിവേകരഹിതവുമായ തീരുമാനമായിപ്പോയി എന്നതാണ് മുഖ്യ വിമർശനമായി ഉയർന്നത്. നൂറുകണക്കിന് വരുന്ന തൊഴിലാളികളെ, സാധാരണ കയർ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണ തൊഴിലാളികളെ വെടിവെച്ച് വീഴ്ത്തുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള നരവേട്ടയ്ക്കായിരുന്നു പുന്നപ്ര വയലാർ സമരം സാക്ഷ്യം വഹിച്ചത്. സത്യത്തിൽ പുന്നപ്ര വയലാർ സമരം അന്ന് കേരള സോഷ്യലിസ്റ്റ് പാർട്ടി ആ സമരത്തെ പിന്തുണച്ചില്ലായിരുന്നെങ്കിൽ പോലും, കാരണം അത് അവസരത്തിൽ നിന്ന് വ്യത്യസ്തമായ അല്ലെങ്കിൽ അകാലത്തിൽ ഉയർന്നു വന്ന കലാപമാണ് എന്ന നിലയിലാണ് അന്ന് KSP അതിനെ കണ്ടിരുന്നത്. കാരണം സായുധനായ പട്ടാളത്തെയും പോലീസിനെയും ഭരണകൂടത്തെയും മുളകുപൊടിയും വാരിക്കുന്തവുമായി അവരെ നേരിടാൻ ശേഷിയില്ല എന്നും നിഷ്പ്രയാസം ഭരണകൂടത്തിന് അത്തരം സമരങ്ങളെ അടിച്ചമർത്താൻ കഴിയുമെന്നും അതുകൊണ്ട് തന്നെ പാവപ്പെട്ട തൊഴിലാളികളെ ബലി കൊടുക്കുന്നത് മാത്രമായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് സഖാവ് N. ശ്രീകണ്ഠൻ നായരെ പോലെയുള്ള TK ദിവാകരനെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അന്ന് തന്നെ വിധിയെഴുതിയാണ്. ആ സമരത്തിൽ ഭാഗമായിരുന്നില്ലെങ്കിൽ പോലും ആ സമരത്തിന് സർവ്വസഹായവുമെന്ന് KSP ചെയ്തു കൊടുത്തിരുന്നു. മാത്രവുമല്ല, ആ സമരത്തിലെ മുഖ്യ പ്രതിയായി സഖാവ് TK ദിവാകരൻ പ്രതി ചേർക്കപ്പെടുകയും അതിനുശേഷം നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വീണ്ടും തിരിച്ചു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് വരാൻ അവസരമൊരുക്കിയതും സഖാവ് N. ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഒരു ജാഥയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അന്ന് എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് വഞ്ചിക്കപ്പെട്ട വേണാട്. പുന്നപ്ര വയലാർ സമരത്തെ അധികരിച്ചുകൊണ്ട് എഴുതിയ ഒരു പുസ്തകമാണ് വഞ്ചിക്കപ്പെട്ട വേണാട്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ചരിത്രം രേഖപ്പെടുത്താതെ പോയ മറ്റൊരു വസ്തുതയുണ്ട്. ജനകീയ പ്രക്ഷോഭങ്ങളിൽ CP രാമസ്വാമി അയ്യർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പുന്നപ്ര വയലാർ കൂട്ടക്കുരുതിയിൽ രാജാവ് ചിത്തിര തിരുനാൾ ദുഃഖിതനായിരുന്നുവെന്ന് അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന രാജകുടുംബാംഗങ്ങൾ ഓർമ്മിക്കുന്നു. പല വലിയ ഡിസിഷൻസ് CP ആലോചിച്ചിട്ടുണ്ട്. ചിലത് CP ഐഡിയാസ് ആയിരിക്കാം. എനിക്കതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഇഷ്ടമില്ല. വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അതാണ്. അന്ന് പോലും മഹാരാജാവിനെ ആരും പറഞ്ഞില്ല. അത് ഞാനൊന്നും പറയാൻ പാടില്ല. ദിവസങ്ങളോളം ആരെയും കാണാൻ കൂട്ടാക്കാതെ രാജാവ് മൗനിയായിരുന്നത്രേ. ചിത്തിര തിരുനാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഹീനകൃത്യം നടക്കുമായിരുന്നില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകും എന്ന പ്രഖ്യാപനം വൈസ്രോയി മൗണ്ട് ബാറ്റൺ നടത്തുന്നത് 1947 ജൂൺ മാസം 7-ാം തീയതിയാണ്. ഈ സമയം തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നില്ല എന്നും പ്രത്യേക സ്വതന്ത്ര രാജ്യമാകാൻ തീരുമാനിക്കുന്നുവെന്നും ദിവാൻ പ്രഖ്യാപിച്ചത് നാട്ടുകാരെ നിരാശരാക്കി. തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമാകുന്നതിൽ വിയോജിപ്പുള്ള നാട്ടുകാർ സ്ഥലം വിട്ടുപോകണമെന്നും ദിവാൻ ആവശ്യപ്പെട്ടു. മറ്റു നാട്ടുരാജ്യങ്ങളും ഈ നിലപാടിൽ വന്നാൽ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് അർത്ഥമില്ലാതാകുമെന്ന് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു എന്നിവരുൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ അഭിപ്രായപ്പെട്ടതൊന്നും ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, സ്വതന്ത്രമാകുന്ന പാകിസ്ഥാനിലേക്ക് സ്വതന്ത്ര തിരുവിതാംകൂറിൻ്റെ പ്രതിനിധിയെ അയക്കുവാനും CP രാമസ്വാമി അയ്യർ തീരുമാനമെടുത്തു. ദിവാന്റെ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനെതിരെ 1947 ജൂലൈ 13 പേട്ട കാഞ്ഞിരവിളാകം മൈതാനത്ത് മഹായോഗം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. അഖില തിരുവിതാംകൂർ സ്റ്റുഡൻസ് കോൺഗ്രസ് നേതാവായ K. ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി സമൂഹം അണിചേർന്നു. യുവാക്കളുടെ സമരാവേശത്തെ നശിപ്പിക്കുവാൻ സർ CPയുടെ നിർദ്ദേശാനുസരണം പോലീസും ഗുണ്ടാപ്പടയും രംഗത്തിറങ്ങി. വെടിവെപ്പിൽ കലാശിച്ച ഈ സമരത്തിലും 3 പേർ കൊല്ലപ്പെട്ടു. CPയെ വെട്ടുന്ന ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഈ പേട്ട വെടിവെപ്പ് നടക്കുന്നത്. പേട്ട വെടിവെപ്പ് നടക്കുമ്പോൾ പറഞ്ഞത് തന്നെ അതിൽ വലിയ നേതാക്കന്മാരൊന്നും പങ്കെടുത്തില്ല എന്ന്. പിന്നീടാണ് വന്നത്. അവർ കുട്ടികളാണ്, ചെറുപ്പക്കാരാണ് സംഘടിപ്പിച്ചത്. കൂടുതൽ മീറ്റിങ്ങുകൾ വെച്ചാൽ ആൾ വരാത്ത അവസ്ഥ. പൊതുയോഗങ്ങൾ കോൺഗ്രസ് ലീഡർഷിപ്പ് പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അധികം പേര് വരില്ല. കാരണം പോലീസിൻ്റെ അടി, അതല്ലാതെ കൂട്ടത്തിൽ നിന്ന് വരുന്ന 5 രൂപ പട്ടാളം, സിംസൺ പട എന്ന് പറയുന്ന അവരുടെ അടി, ഇത് രണ്ടും പേടിച്ച ആളുകൾ വരാതെയും. മീറ്റിംഗ് തുടങ്ങി KP നീലകണ്ഠപിള്ള പ്രസംഗിച്ച് പകുതിയായപ്പോൾ വെടിവെക്കും എന്ന് പറഞ്ഞിട്ട് ആകാശത്തേക്ക് ഒരു വെടി വെച്ചു.
അപ്പോഴത്തേക്കും ഒരു ഇതപ്പെട്ടവരൊക്കെ പിരിയാൻ തുടങ്ങി. അപ്പോൾ വീടുകൾ ധാരാളമുണ്ട് അകത്തോട്ട് കയറാൻ. അതാണ് ഒരു അഡ്വാൻറ്റേജ്. കുറേ പേരൊക്കെ ഓടി അവിടത്തുള്ള വീടുകളിൽ പോയി. കുറേ പേര് പോയില്ല, പോകാതെ തന്നെ നിന്ന് വിശ്വസിച്ചില്ല വെടിവെച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ കല്ലേറുണ്ടായി. കല്ലെറിയുന്നതും പോലീസാണ്, വെടിവെക്കുന്നതും പോലീസാണ്. അതാണ് എൻ്റെ ഇവരല്ല പ്രക്ഷോഭകാരികളല്ല, നിമിത്തം ഉണ്ടാക്കി കൊടുക്കുന്നത് അവരാണ്. പിന്നെ കല്ലേറ് നടന്നപ്പോൾ പോലീസുകാർക്ക് പരിക്കേറ്റു. അവിടെ തന്നെ വെടിവെക്കാൻ ഉത്തരവും കൊടുത്തു. വെടിവെപ്പ് കഴിയുമ്പോൾ ചിന്നിച്ചെറി ഓടി. ഈ രാജേന്ദ്രൻ എന്ന വിദ്യാർത്ഥി അവിടെ വന്ന് പെട്ടു. അയാളിങ്ങനെയൊക്കെ ബഹളങ്ങളൊക്കെ നടത്തുന്നൊക്കെ വരുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. എവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിലും രാജേന്ദ്രൻ വരും, കേൾക്കാനായിട്ട് വരും. അയാളുടെ തലയ്ക്ക് തന്നെ വെടികൊണ്ടത്. അത് മാരകമായ വെടിവെപ്പായിരുന്നു. അപ്പോൾ അതാണ് പേട്ട വെടിവെപ്പ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പേട്ട വെടിവെപ്പ് ദിവാൻ ഭരണത്തിൽ നടന്ന അവസാനത്തെ വെടിവെപ്പാണ്. വെടിയേറ്റ് മരിച്ച സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി പ്രവർത്തകനായ രാജേന്ദ്രന്റെ സ്മരണയ്ക്ക് മുമ്പിൽ കാഞ്ഞിരവിളാകം മൈതാനം ഇപ്പോൾ പേട്ട രാജേന്ദ്ര സ്മാരകം എന്നറിയപ്പെടുന്നു. ഇതേസമയം ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ദുർഭരണം അവസാനിപ്പിക്കുവാൻ സഹന സമരത്തിന് കഴിയില്ലെന്ന ചിന്ത സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിൽ ശക്തമായി. ദിവാനെ വധിക്കുക തന്നെ മാർഗമെന്നും അതുടനെ വേണമെന്നും ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ തീരുമാനമായി. വെടിവെച്ചു കൊല്ലാം എന്ന തീരുമാനപ്രകാരം റിവോൾവർ സംഘടിപ്പിക്കുവാനുള്ള ശ്രമം ഊർജിതമായി. എന്നാൽ വടക്കേ ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹള റിവോൾവറിൻ്റെ രഹസ്യ കമ്പോള വില കുത്തനെ ഉയർത്തി. അതുമാത്രമല്ല, ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ വെടിവയ്പ് പരിശീലനം എന്ന കടമ്പയും കൂടിയായപ്പോൾ മണിസ്വാമി തന്നെ വഴി കണ്ടെത്തി. എനിക്കൊരു മൂർച്ചയുള്ള വെട്ടുകത്തി കിട്ടിയാൽ മതി. അങ്ങനെ മണിസ്വാമിയുടെ ഉറച്ച പ്രഖ്യാപനത്തെ നേതൃത്വം അതേ വേഗത്തിൽ തന്നെ അംഗീകരിച്ചു. ദിവാന്റെ പൊതുപരിപാടികളിൽ ആദ്യമുണ്ടായിരുന്ന വിദ്യാഭ്യാസ കോൺഫറൻസും BJT ഹാളിലെ മറ്റൊരു ചടങ്ങും മാറ്റിവെച്ചതോടെ കൃത്യം നടത്താൻ കഴിയാതെ വിപ്ലവ നായകർ അക്ഷമരായി. മണിസ്വാമിയുടെ താൽപ്പര്യപ്രകാരം കുമ്പളത്ത് ശങ്കുപിള്ള മൂർച്ചയുള്ള വെട്ടുകത്തി ഉണ്ടാക്കാനായി കരുനാഗപ്പള്ളി മാരാരിത്തോട്ടത്തുള്ള കൈതവനത്തറ രാഘവൻ പിള്ളയെ ചുമതലപ്പെടുത്തി. വളരെ പെട്ടെന്ന് ഒന്നാം തരം വെട്ടുകത്തി ജന്മമെടുത്തു. മാരാരിക്കുളത്തെ കുട്ടൻ്റെ വീട്ടിൽ വെട്ടുകത്തി രഹസ്യമായി സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്ത് മണിസ്വാമി അവസരത്തിനായി കാത്തിരുന്നു. തിരുവനന്തപുരം തൈക്കാടുള്ള സംഗീത കോളേജിൻ്റെ വാർഷിക ആഘോഷം മഹാരാജാവ് ഉദ്ഘാടനം ചെയ്യുമെന്നും ദിവാൻ മുഖ്യ പ്രാസംഗികനാകുന്നുവെന്നും വിവരം കിട്ടി. ചടങ്ങിൽ ദിവാന്റെ സാന്നിധ്യം ഉറപ്പായതോടെ അവിടെ വച്ച് തന്നെ സർ CPയെ വധിക്കുവാൻ തീരുമാനമുറപ്പിച്ചു. വഴിച്ചെലവിനായി മണിസ്വാമിക്ക് 65 രൂപ നൽകിയ ശ്രീകണ്ഠൻ നായർ നിനക്ക് വേണ്ട സഹായമെല്ലാം തിരുവനന്തപുരത്ത് ലഭിക്കുമെന്ന ഉറപ്പും നൽകി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര യോദ്ധാവുമായ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ എൻ്റെ കഴിഞ്ഞകാല സ്മരണകൾ എന്ന ആത്മകഥാ ഗ്രന്ഥത്തിൽ KCS മണിയുടെ വിശദീകരണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ജൂലൈ 19 മാരാരിക്കുളത്തെത്തി വെട്ടുകത്തിയുമെടുത്ത് ഞാൻ തിരുവനന്തപുരത്തെത്തി. തമ്പാനൂർ ബസ് സ്റ്റേഷന് സമീപത്തുള്ള JBR ലോഡ്ജിൽ മുറിയെടുത്തു. രാഷ്ട്രീയ അന്തരീക്ഷം ആകെ കലുഷിതമായിരുന്നു. പേട്ടയിൽ പോലീസ് വെടിവയ്പ് നടന്നിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. മുക്കും മൂലയും അരിച്ചുപെറുക്കി പോലീസ് വേട്ടയാടൽ തുടരുന്നു. രാഷ്ട്രീയ നേതാക്കളെല്ലാം തിരുവനന്തപുരത്തു നിന്നും പല ദിക്കുകളിലേക്കും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചടങ്ങിലേക്കുള്ള പാസ് സംഘടിപ്പിച്ചു. പോലീസിൻ്റെ കണ്ണിൽപ്പെടാതെ ആ ദിവസം എത്തുന്നതും കാത്ത് ഞാൻ കഴിഞ്ഞു. 1947 ജൂലൈ 25 വൈകുന്നേരം 3 മണിയോടെ തന്നെ കുളിച്ച് കാക്കി നിക്കർ ധരിച്ച് അതിന് മുകളിലായി മുണ്ട് മുറുക്കി ഉടുത്തു. ബനിയൻ ഇടാതെ ഖദർ ജൂബയും ഇട്ടു. വെട്ടുകത്തി നിക്കറിൽ ഭദ്രമായി തൂക്കിയിട്ടു. നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ചെല്ലപ്പൻ പിള്ളയും വേലായുധൻ നായരും എത്തിച്ചേർന്നു. ഞങ്ങൾ ഒരുമിച്ച് സംഗീത കോളേജിലേക്ക് നടന്നെത്തി. ശക്തമായ സുരക്ഷാ സംവിധാനത്തിനു മുമ്പിൽ പാസ് കാട്ടി ഞാൻ അകത്തേക്ക് കടന്നു. അവർ പുറത്തുനിന്നു. ചടങ്ങ് നടക്കുന്ന പന്തലിൽ ഇരുവശത്തും കസേരകൾ ഇട്ടിരുന്നു. ആദ്യം ഇടതുഭാഗത്തെ ആദ്യ വരിയിലെ കസേരകളിലൊന്നിൽ ഞാനിരുന്നു. വൈകുന്നേരം 5 മണി. ദിവാൻ സർ CP രാമസ്വാമി അയ്യർ
അകമ്പടിയോടെ എത്തിച്ചേർന്നു. മഹാരാജാവിനെ സ്വീകരിക്കാനായി ദിവാൻ മുഖപ്പിന് വശത്തായി നിലയുറപ്പിച്ചു. ഞാൻ ഇരിക്കുന്നതിന് പുറകിലായാണ് ദിവാന്റെ നിൽപ്പ്. എൻ്റെ കൈ ഞാൻ അറിയാതെ വെട്ടുകത്തിയുടെ കൈപ്പിടിയിലെത്തി. അപ്പോൾ തന്നെ തീർക്കാമെന്ന് തോന്നി. തീരുമാനം പെട്ടെന്ന് മാറ്റി. ഉദ്ഘാടനം കഴിഞ്ഞാലേ സർ CP പോവുകയുള്ളൂ. അതാണ് ഉചിതമായ സമയമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. കൃത്യം 5:30 മണിക്ക് മഹാരാജാവ് എഴുന്നള്ളി. ദിവാനും മറ്റ് പ്രമുഖരും ചേർന്ന് അദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിച്ചു. ഉദ്ഘാടനം പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ സർ CPയുടെ ഹ്രസ്വമായ പ്രസംഗം. അപ്പോഴും ദിവാൻ സ്വതന്ത്ര തിരുവിതാംകൂറിനെ പറ്റി പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പുന്നപ്ര വയലാറിൽ വെടിയേറ്റ് മരിച്ച 100 കണക്കിന് തൊഴിലാളികളും നിരാലംബരായ അവരുടെ കുടുംബങ്ങളുമൊക്കെ തെളിഞ്ഞു. മഹാരാജാവ് ഉടൻ തന്നെ തിരിച്ചുപോയി. തുടർന്ന് സംഗീത കച്ചേരി തുടങ്ങി. ദിവാനും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഏജൻറ്റും വേദിയുടെ മുൻനിരയിലിരുന്ന് കച്ചേരി ആസ്വദിച്ചു. രാത്രി 7:30 മണി. ദിവാൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോകാനായി നടന്നു തുടങ്ങി. എൻ്റെ മുമ്പിലൂടെയാണ് പോകേണ്ടത്. ഞാൻ കാത്തിരുന്ന കനകാവസരം ഇതാ സമാഗതമാകുന്നു. 180 കുതിരശക്തിയുള്ള എഞ്ചിൻ്റെ പിസ്റ്റൺ പോലെ എൻ്റെ ഹൃദയം പടപടാ ഇടിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. വെട്ടുകത്തിയിൽ ഞാൻ വീണ്ടും പിടിമുറുക്കി. മസ്തിഷ്കത്തിൽ രണഭേരി മുഴങ്ങി. കൺമുന്നിലൂടെ രഥങ്ങളും പടക്കുതിരകളും കുതിച്ചു പായുന്നുണ്ട്. വെട്ടിയതിനു ശേഷം ഓടാനുള്ള സൗകര്യത്തിനായി മേൽമുണ്ട് ഞാൻ ഉപേക്ഷിച്ചു. CP അടുത്തെത്തി. മുന്നോട്ട് ചാടി ഞാൻ ആഞ്ഞു വെട്ടി. ആദ്യ വെട്ട് കൊണ്ടില്ല എന്ന് തോന്നി. പിന്നെയും വെട്ടി. എത്ര തവണ വെട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. പെട്ടെന്ന് വിള കണഞ്ഞത് എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആരെല്ലാമോ ചേർന്ന് എന്നെ കടന്നു പിടിച്ചു. കഴുത്തിലല്ല വെട്ടുകൊണ്ടിരിക്കുന്നത്, CPയുടെ കവിളിലാണ്. കവിളിലെ മാംസം അടർന്നു തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പ എന്ന ദീനസ്വരം പുറപ്പെടുവിച്ചുകൊണ്ട് ദിവാൻ ഒരു വശത്തേക്ക് ചരിഞ്ഞു. ആരൊക്കെയോ ചേർന്ന് താങ്ങി. വിളക്കുകൾ വീണ്ടും പ്രകാശിച്ചു. പിന്നെയും അണഞ്ഞു. വെട്ടുകത്തി താഴെയിട്ടിട്ട് ഞാൻ എന്നെ പിടിച്ചിരുന്നവരെ എല്ലാ ശക്തിയും ആവാഹിച്ച് കുതറിയെറിഞ്ഞ് ആ വലയത്തിൽ നിന്നും പുറത്തായി. വശത്തേക്ക് ഓടി പന്തലിന് പുറത്തെത്തി. അത്ഭുതം തന്നെ, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരുടെയും ശ്രദ്ധ CP നിന്ന ഭാഗത്തേക്ക്. ഞാൻ പതുക്കെ കോളേജിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള കയ്യാലയ്ക്ക് അരികിലേക്ക് നടന്നു. ഓലമേഞ്ഞ കയ്യാല ചാടി. കയ്യാല ചാടിയപ്പോൾ ഷർട്ട് കീറിയതിനാൽ ഷർട്ടും ഉപേക്ഷിച്ചു. കാക്കി നിക്കർ മാത്രം ധരിച്ച് ഞാൻ നടന്ന് തൈക്കാട് ആശുപത്രി റോഡ് വഴി റെയിൽവേ ലൈനിലേക്ക് ഇറങ്ങി. ചെല്ലപ്പൻ പിള്ളയും വേലായുധൻ നായരും അപ്പോഴേക്കും അവിടെ എത്തി. ഞങ്ങൾ മൂവരും നടന്ന് പേട്ടയിലെത്തി. അന്ന് രാത്രി ഞാൻ ചെല്ലപ്പൻ പിള്ളയുടെ വീട്ടിൽ തങ്ങി. അടുത്ത ദിവസം ട്രെയിനിൽ പാലക്കാട്ടേക്ക് പോയി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് കൊല്ലങ്കോട് രാജാവിൻ്റെ മക്കളുടെ ചിറ്റൂരുള്ള എസ്റ്റേറ്റ് ബംഗ്ലാവിലും ഒളിവിൽ കഴിഞ്ഞു. എൻ്റെ കഴിഞ്ഞകാല സ്മരണകളിലെ ഈ ഭാഗം ശ്വാസമടക്കി പിടിച്ചു മാത്രമേ നമുക്ക് വായിക്കാൻ കഴിയൂ. അതിനുശേഷം KCS മണി പാലക്കാട്ടേക്ക് തിരിച്ചു. വിദ്യാർത്ഥി സമരങ്ങളിലൂടെ CPയുടെ ശത്രുവായി മാറിയതുകൊണ്ട് തിരുവിതാംകൂറിലും പിന്നെ തമിഴ്നാട്ടിലുമായി വിദ്യാഭ്യാസം ചെയ്യേണ്ടി വന്ന ബേബി ജോണിൻ്റെ 4ാമത്തെ പഠന കേന്ദ്രം പാലക്കാട് വിക്ടോറിയ കോളേജായിരുന്നു. അവിടെ ബേബി ജോൺ താമസിച്ചിരുന്ന നേതാജി ലോഡ്ജിലേക്കാണ് KCS മണി എത്തിച്ചേർന്നത്. കരുത്തനായ വിദ്യാർത്ഥി നേതാവും ജനപ്രിയ രാഷ്ട്രീയക്കാരനും പിന്നെ സമർത്ഥനായ ഭരണാധികാരിയുമൊക്കെ ആയിത്തീർന്ന ബേബി ജോണിനൊപ്പം KCS മണി ഒളിവ് ജീവിതം തുടർന്നു. രാജഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? CP രാമസ്വാമികളുടെ ഭരണമല്ലേ? അങ്ങേർക്ക് എന്താണ് ഉദ്ദേശം? ഈ രാജ്യത്തെ ജനങ്ങളോട് ന്യായവും നീതിയും കാണിക്കണം എന്നുള്ളതല്ല അദ്ദേഹത്തിനുണ്ട് ആയിരുന്നു. അവരുടേതായ ഇഷ്ടങ്ങൾ സാധിക്കണം. ഏതായാലും അതിനാണ് ഈ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായത്. ഇത് മണി തന്നെയാണ് അവിടെ നടന്ന സംഭവമൊക്കെ എന്നോട് പറഞ്ഞത്. വെട്ടിക്കൊല്ലണമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ വെട്ടിയത്. മണിക്കതിനകത്ത് കുണ്ഠിതം ഉണ്ടായിരുന്നു. വിചാരിച്ച പോലെ അത് ചെയ്യാൻ പറ്റിയല്ലോ. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റ് ഉദ്യോഗ പ്രമുഖരെയും വിറപ്പിച്ച വലിയ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ ജനഹിതത്തിൻ്റെ ചങ്കൂറ്റത്തിനു മുന്നിൽ ഭയാക്രാന്തനായി. ആക്രമണത്തിന് ശേഷം സർ CP തൻ്റെ ഔദ്യോഗിക മന്ദിരമായ ഭക്തിവിലാസത്തിൽ
വൈദ്യുത വിളക്കുകൾ ഒഴിവാക്കി പെട്രോൾ മാക്സിന്റെ അരണ്ട വെളിച്ചത്തിൽ കഴിഞ്ഞുകൂടിയത്രേ. തന്റെ ബുദ്ധികൂർമ്മതയിൽ സംഭവങ്ങളെ എങ്ങനെ വിശകലനം ചെയ്തിട്ടും കൃത്യസമയത്ത് വിളക്കുകൾ അണഞ്ഞത് എങ്ങനെയെന്ന് CPക്ക് കണ്ടെത്താനായില്ല. ജീവൻ ഇല്ലാതായേക്കാവുന്ന ഈ ഉദ്യമത്തിന് തയ്യാറായ KCS മണിയുടെ സുരക്ഷയ്ക്കായി N. ശ്രീകണ്ഠൻ നായർ മറ്റാരുമറിയാതെ ഏർപ്പെടുത്തിയിരുന്ന ക്രമീകരണങ്ങളിൽ ഒന്നായിരുന്നു തക്ക സമയത്ത് വൈദ്യുതി വിളക്കുകൾ അണഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1947 ഓഗസ്റ്റ് 9 വെളുപ്പാങ്കാലം 5 മണി. ഉണങ്ങാത്ത മുറിവും കുമ്പിട്ട ശിരസുമായി നാടിനെ അടക്കി ഭരിച്ച ബുദ്ധിരാക്ഷസൻ സാക്ഷാൽ സർ CP രാമസ്വാമി അയ്യർ വിമാനമാർഗം തിരുവിതാംകൂർ വിട്ടു. പോകുന്നതിന് മുമ്പ് തന്നെ ദിവാൻ പദവി രാജിവെച്ച സർ CP ഇന്ത്യ മഹാരാജ്യത്തോട് തിരുവിതാംകൂറും ചേരുന്നു എന്ന ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുവാൻ മഹാരാജാവിനോട് ഉപദേശിച്ചതായും തിരുവിതാംകൂർ ചരിത്രം പറയുന്നു. KCS മണിയെ സംബന്ധിച്ച് ആ സംഭവങ്ങളെ സംബന്ധിച്ച് ചിത്രീകരിച്ചുകൊണ്ട് ചില സിനിമകളും ചില ദൃശ്യമാധ്യമങ്ങളിലുമെല്ലാം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന നിലയിലാണ് പ്രചരിപ്പിച്ചത്. അത് ശരിയല്ല. അദ്ദേഹം കോൺഗ്രസ് സോഷ്യലിസ്റ്റായിരുന്നു. KCS മണി ഈ സംഭവത്തിന് തയ്യാറായതിൻ്റെ പിന്നിൽ CP രാമസ്വാമി അയ്യരുടെ കിരാതമായിട്ടുള്ള പ്രവൃത്തികളുടെ ഫലമായിട്ടാണ്. പുന്നപ്ര-വയലാർ സമരം, യഥാർത്ഥത്തിൽ ആ സമരത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് ആളുകളെ പോലീസിൻ്റെ കിരാതമായ തേർവാഴ്ചയുടെ ഫലമായി കൊന്നൊടുക്കുകയും മർദ്ദിച്ചൊതുക്കുകയും ചെയ്ത സംഭവം നേരിൽ കണ്ടവരിലൊരാളാണ് KCS മണി. അമ്പലപ്പുഴക്കാരനായ KCS മണി യഥാർത്ഥത്തിൽ പുന്നപ്ര-വയലാർ സമരത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല എങ്കിൽ പോലും അദ്ദേഹം കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. CP രാമസ്വാമി അയ്യരെ ഒരു കിരാതഭരണം നടത്തിയ ഒരു ദിവാനെ വെട്ടി പരിക്കേൽപ്പിച്ച് നാട് കടത്തിയ KCS മണിയെ സംബന്ധിച്ച് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഒരു പഠനം നടത്താൻ കഴിയാത്ത നിലയിലാണിന്ന്. പല സംഘടനകളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും KCS മണിയെ സംബന്ധിച്ച് പാഠപുസ്തകത്തിൽ തന്നെ ഒരു ഭാഗം ഉണ്ടാകണം, ചേർക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടും അത് യാഥാർത്ഥ്യമായിട്ടില്ല. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്ന് ഭാരതം മോചിതയായി. പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ ജനകീയ മന്ത്രിസഭ അധികാരത്തിലേറിയ കാലം. 1948 മെയ് 7 കൊല്ലത്ത് വച്ച് KCS മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 ദിവസം ലോക്കപ്പിൽ കിടന്ന മണിയെ 3-ാം ദിവസം N. ശ്രീകണ്ഠൻ നായർ ജാമ്യത്തിലിറക്കി. പലതവണ കേസ് അവധിക്ക് വച്ചിട്ടും മൊഴി കൊടുക്കാൻ സർ CPയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ചിദംബരവും ഹാജരായില്ല. അതുകൊണ്ട് ഏതാനും അവധികൾക്ക് ശേഷം VDI എഴുതിത്തള്ളി കേസ് അവസാനിപ്പിച്ചു. ഇന്ത്യയുടെ ബൈഫർക്കേഷൻ, ശിഥിലീകരണം സംഭവിക്കാതെ തടയുന്നതിന് ഈ വെട്ട് വളരെ ചരിത്രപരമായ പ്രാധാന്യം വഹിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരുവിതാംകൂറിൽ സർ CPയെ വെട്ടി സ്വാതന്ത്ര്യം നീണ്ടുപോകാതെ ദേശത്തിൻ്റെ ശിഥിലീകരണം ഒഴിവാക്കി ചെയ്ത ചരിത്ര കർത്തവ്യത്തെ EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതിയത് വൈയക്തികമായ ധീരതയാണ്. ഇത് വികാരപരമായ ശ്രീകണ്ഠൻ ചേട്ടന് വേണ്ടി ചെയ്തതുമായിട്ടില്ല പറഞ്ഞത്. അത് ചരിത്രകാരന്മാർ തീരുമാനിക്കട്ടെ ആ പ്രയോഗത്തിൻ്റെ വ്യാപ്തിയെപ്പറ്റി. തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വീരേതിഹാസത്തെ യാതൊരു പങ്കുമില്ലാത്തവരെ പേരിൽ കൊണ്ടുവന്ന് സിനിമ എടുക്കുകയും കാശുണ്ടാക്കുകയും ചെയ്യണമാണ് ഈ രാജ്യത്തെ പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം. KCS മണി എന്ന സ്വാതന്ത്ര്യ സമര പോരാളിയെ സ്മരിക്കുമ്പോൾ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം അറിയേണ്ടത് അനിവാര്യമാണ്. ഗാന്ധിജിയുടെ അഹിംസയിൽ അധിഷ്ഠിതമായ സമരമുറകൾക്കൊപ്പം സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ഭഗത് സിംഗിൻ്റെയും പ്രതികരണ രീതികളെയും ഭാരതം വിലയിരുത്തുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത നിലപാടുകളുമായി സാമ്രാജ്യത്വ ശക്തിയോട് ഏറ്റുമുട്ടിയ ഇരുവർക്കും സമാനമായ വിപ്ലവദാർഢ്യം KCS മണിയിലും നമുക്ക് ദർശിക്കാനാകും.
1947 സെപ്റ്റംബർ 21 കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വെച്ച് എൻ ശ്രീകണ്ഠൻ നായർ, ടി കെ ദിവാകരൻ, മത്തായി മാഞ്ഞൂരാൻ, ബേബി ജോൺ, കെ ബാലകൃഷ്ണൻ, കെ പങ്കജാക്ഷൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സജീവ സാന്നിധ്യമായി മണിസ്വാമി മാറി. 1949 ഫെബ്രുവരി 6 കേരള സോഷ്യലിസ്റ്റ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ ദേശീയ തലത്തിൽ സ്റ്റാലിനിസ്റ്റേതര മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി വേണമെന്ന എൻ ശ്രീകണ്ഠൻ നായരുടെ നിർദ്ദേശത്തെ മത്തായി മാഞ്ഞൂരാൻ ഉൾപ്പെടെയുള്ളവർ എതിർത്തു. 1950 മാർച്ച് 21 എൻ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ള കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ പ്രബല വിഭാഗം വിപ്ലവ സോഷ്യലിസ്റ്റുകൾ നയിക്കുന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കേരള ഘടകമായി പ്രവർത്തിച്ചു തുടങ്ങി. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സജീവ സാന്നിധ്യമായി മാറിയ മണിസ്വാമി ഇതേ സമയം തന്നെ ദേശബന്ധു, പൊതുജനം, കൗമുദി, മലയാളി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലും പ്രവർത്തിക്കുകയും ചെയ്തു. കേരള ഗവൺമെൻറ് KCS മണിയുടെ ധീരോദാത്തമായ ഒറ്റയാൾ പോരാട്ടത്തിന് പാരിതോഷികമായി റാന്നിയിൽ 4 ഏക്കർ ഭൂമി അനുവദിച്ചു. പ്രതിഫലം ഇച്ഛിക്കാതെ സമയബന്ധിതമല്ലാതെ ഒരു പുരുഷായുസ് നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും സ്വേച്ഛാധിപത്യത്തിനെതിരായുള്ള പോരാട്ടത്തിനു വേണ്ടിയും മാറ്റിവെച്ച KCS മണി സ്വന്തം ജീവിതത്തെക്കുറിച്ചോർത്തത് അല്പം വൈകിയാണ്. 1964 ജനുവരി 16 KCS മണിയുടെ വിവാഹം. ലളിതമ്മാൾ മണിസ്വാമിയുടെ ജീവിത സഖിയായി. മണിസ്വാമി എന്നെ വിവാഹം ചെയ്ത് 41 വയസ്സിൽ, എനിക്ക് 25 വയസ്സിലായിരുന്നു. പിന്നെ രാഷ്ട്രീയത്തിൽ വേണ്ടി ഏറ്റി വിട്ടതും ചിലീൻ്റെ ചേട്ടൻ തന്നെയായിരുന്നു. സ്വാമിക്ക് CPI ഓട്ടിക്കണമെന്ന് ഉണ്ടായിരുന്നു. CPI എങ്ങനെയെങ്കിലും വഹിച്ചു വയ്ക്കണം, അത് എല്ലാവരുമായിട്ട് കൂടെ ആലോചിച്ചിട്ട് വെട്ടി ഓട്ടിച്ച് കഴിഞ്ഞിട്ട് സ്വാമി അയ്യോ നമ്മൾ ജീവനെ വെച്ചോണ്ടാ, സ്വാമിയുടെ ജീവൻ കയ്യിൽ പിടിച്ചോണ്ടാ ഇത് ചെയ്യാൻ തൻ്റെ ഇടമായിട്ട് പോയത്. തിരുവിതാംകൂർ CPIയുടെ കിരാത ഭരണത്തിൽ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വാമി ഇത് ചെയ്തതാണ്. സ്വാമിക്ക് പേര് കിട്ടാനുള്ള ആഗ്രഹമൊന്നുമില്ല. GP വെട്ടാൻ പോയതിന് എന്തൊക്കെ മാത്രം പറഞ്ഞിട്ടുണ്ട്, വേണ്ട അത്യാവശ്യമുള്ള ആൾക്കാരായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറെ ആരൊക്കെയും സ്വാമി പറയാൻ പോയിട്ടുമില്ല, പ്രസിദ്ധിക്ക് ആഗ്രഹിച്ചിട്ടുമില്ല. 1965 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് RSP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള മണിസ്വാമി തുടർന്ന് 15 വർഷക്കാലത്തോളം അമ്പലപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രാജ്യത്തിന് മറക്കാനാവാത്ത ചരിത്രപുരുഷൻ KCS മണിയുടെ വിയോഗം 1987 സെപ്റ്റംബർ 20 ശ്വാസകോശാർബുദബാധയെ തുടർന്ന് തിരുവനന്തപുരം പുലയനാർകോട്ട സർക്കാർ ആശുപത്രിയിൽ വെച്ച് സർ CP എന്ന ഉരുക്കു മനുഷ്യനെ ഭയപ്പെടുത്തി ഓടിച്ച വീരപുരുഷൻ മരണത്തിന് കീഴടങ്ങി. തലമുറ കൈമാറി ശക്തിപ്പെട്ടു പോരുന്ന CPയെ വെട്ടിയ നാടാണേ എന്ന മുദ്രാവാക്യത്തിലെ നായകൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സംശുദ്ധ മാതൃകയായി അങ്ങനെ മലയാളിയുടെ മനസ്സിൽ ഇടം നേടി. സ്വതന്ത്ര ഭാരതം KCS മണി എന്ന അതുല്യ പോരാളിക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകിയില്ല എന്നത് ചരിത്ര സത്യമായി അവശേഷിക്കുന്നു. സ്വാതന്ത്ര്യസമര പോരാട്ടം രാഷ്ട്രപിതാവിൻ്റെ നേതൃത്വത്തിൽ അഹിംസയുടെ പാതയിലായിരുന്നെങ്കിലും പ്രധാനമായിട്ട് സാഹസികതയുടെ കഥകളും നമുക്കറിവുള്ളതാണ്. നേതാജിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സായുധ പോരാട്ടം, ഭഗത് സിംഗിൻ്റെ സാഹസികത, ഈ ഏടുകളിൽ പെടുന്നതായിരുന്നു സഖാവ് KCS മണിയുടെ ഒറ്റയാൾ പോരാട്ടം. തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമായി മാറുന്നുവെന്ന് പ്രഖ്യാപിച്ച സർ CPയുടെ നടപടിക്കെതിരെയുള്ള സാഹസികത. നിർഭാഗ്യവശാൽ അതിനാവശ്യമുള്ള അംഗീകാരം കേരളം നൽകിയിട്ടില്ല. ഇതിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുന്നപ്ര വയലാർ പോരാട്ടമായിരുന്നു ഏറ്റവും വലിയ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന നിലയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറത്തുള്ള ഒരു വിപ്ലവകാരി ഇങ്ങനൊരു കർത്തവ്യം നിർവഹിക്കാൻ മുന്നോട്ട് വന്നു എന്നൊരിക്കലും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ RSP ലീഡർഷിപ്പിൻ്റെ മനുഷ്യത്വപരമായ ഒരു സമീപനം, ശ്രീകണ്ഠൻ ചേട്ടൻ അടക്കമുള്ള നേതാക്കന്മാർ ഇതിനെ വീക്ഷിച്ചത്
KCS മണി അദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിർവഹിച്ചു. CP രാമസ്വാമിയർ നാടുവിട്ടു. തിരുവിതാംകൂർ ഭാരതത്തിൻ്റെ ഭാഗമായി. ഇനിയും ആ വ്യക്തിയെ ഒരു രക്തസാക്ഷിയാക്കുകയും തൂക്കുമരത്തിലേക്ക് അയക്കാനും ആവശ്യമില്ല എന്ന നിലപാട്. ഇത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് ചരിത്രത്തിൽ ലഭിക്കേണ്ട സ്ഥാനം സഖാവ് KCS മണിക്ക് ലഭിക്കാതെ പോയി എന്നുള്ളതാണ് സത്യം. ഞാൻ കേരള നിയമസഭയിൽ 2003 സഖാവ് KCS മണിയുടെ ഒരു പ്രതിമ നിയമസഭാ കവാടത്തിൽ സ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ നിർഭാഗ്യവശാൽ അന്നത്തെ സ്പീക്കറായിരുന്ന വക്കം പുരുഷോത്തമൻ അതിന് റൂളിംഗ് നൽകിയത് അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിരുന്നു എന്നുള്ളതാണ്. KCS മണിയുടെ ഈ സാഹസികമായ പ്രവർത്തനം കേരളത്തെ സ്നേഹിക്കുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്ന ഏത് വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും തിളങ്ങുന്ന ഒരേടായി നിലനിൽക്കണം. തിരുവിതാംകൂർ സ്വാതി തിരുനാൾ സംഗീത കോളേജിന് മുമ്പിലും അമ്പലപ്പുഴയിലെ സ്വവസതിക്ക് മുമ്പിലുമായി 2 സ്മാരകങ്ങളിൽ ഒതുങ്ങുകയാണ് ഈ ആദ്യകാല സോഷ്യലിസ്റ്റിൻ്റെ സ്മരണ. സർ CP രാമസ്വാമി അയ്യർ എന്ന സമർത്ഥനും ബുദ്ധിമാനുമായ ദിവാന്റെ ഏകാധിപത്യ, സ്വേച്ഛാധിപത്യ, ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നടന്ന സമരങ്ങളിൽ വ്യത്യസ്തമാകുന്നത് സോഷ്യലിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവ മുന്നേറ്റമാണ്. ദിവാനെ കെട്ടുകെട്ടിക്കാൻ KCS മണിക്ക് ആയുധമെടുക്കേണ്ടി വന്നതും ഈ സമര വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ അവിസ്മരണീയമാക്കി മാറ്റിയ ഭഗത് സിംഗിനെ പോലെ, സുഭാഷ് ചന്ദ്രബോസിനെ പോലെ KCS മണി എന്ന അഗ്നി നക്ഷത്രം ലോകം അവസാനിക്കും വരെയും നിലനിൽക്കുക തന്നെ ചെയ്യും. പോരാട്ടവീര്യമായി മുന്നിൽ ജ്വലിച്ചൊരാ പോരിന്റെ വീര്യം മണിയെന്നറിഞ്ഞു നാം. ധന്യവാദങ്ങൾ മറക്കില്ല കേരളം, ധീരൻ മണിയുടെ സാഹസ ചിന്തകൾ. ധന്യവാദങ്ങൾ മറക്കില്ല കേരളം, KCS മണിയുടെ സാഹസ ചിന്തകൾ.